ഹലോ എവറി വൺ, ഇറ്റ്സ് മീ ആതിര. സോ നമ്മൾ ഇന്നൊരു കൊഞ്ച് കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് കൊഞ്ച് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അതിനകത്തെ കറുത്ത സാധനങ്ങളൊക്കെ എടുത്ത് കളയണം. അത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറിനെടുക്കും. നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉള്ളി വേണം, പച്ചമുളക് വേണം, വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, കൊച്ചുള്ളി വേണം, കരിവേപ്പില വേണം, പിന്നെ നമുക്ക് 2 തക്കാളിക്ക് വേണം. നമ്മൾ പുളിയല്ലേ ഇതിനകത്തിടുന്നത്, നമ്മൾ തക്കാളിക്ക് ഇടുന്നത് പുളിക്ക് പകരം. സോ അത് രണ്ടും വേണം. ഇതെല്ലാം കൂടെ നമ്മളൊരു മിക്സിയിലിട്ട് അരച്ചെടുക്കണം, പേസ്റ്റ് പോലെ. അതിനകത്ത് നമുക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് അരക്കണം. നമുക്ക് ഈ ഒരു പേസ്റ്റ് പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഇനി സ്റ്റൗവിലൊരു പാൻ വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിൽ പച്ചമുളകും കരിവേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഇടണം. അത് കഴിയുമ്പോൾ ജസ്റ്റ് ഇളക്കി കൊടുക്കാം. കരിയാതെ നോക്കണം. ആ പച്ചമണം മാറുന്ന വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ അതിൽ കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് വെല്ലുള്ളിയും ഇട്ട് ഇളക്കുക. ഇതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ നമുക്കതിൽ തക്കാളിക്ക് ഇടാൻ 2 എണ്ണം. ഒരു കരിവേപ്പില താഴെ അതെടുത്തിട്ട് ഇനി ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് തക്കാളിക്ക് ഇടുക. അതും നന്നായിട്ട് ഇളക്കി ചേർക്കുക. അതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത അരപ്പ് അതിൽ ചേർക്കുക. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കണം. തിളച്ച് വരുമ്പോൾ നമുക്കത് മാറ്റി നമുക്കൊരു ചട്ടി എടുത്തിട്ട് അതിനകത്ത് നമ്മുടെ കൊഞ്ചിട്ടിട്ട് ഈ കലക്കിയൊക്കെ സാധനം നമുക്ക് അതിനകത്ത് ഒഴിക്കാം. എന്നിട്ട് അതൊന്ന് അവിടെ കിടന്ന് തിളയ്ക്കണം. നമുക്കതിനി മൂടി വെക്കാം. മൂടി വെച്ച് ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്ന് എടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം അത് വെന്തോന്ന്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമ്മുടെ കൊഞ്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കഴിക്കാം.